നമസ്കാരം. ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിച്ച നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ ഈ കഴിഞ്ഞ സമയങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത് ഒരു അഭിമാന പോരാട്ടമാണ്. അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റതിന്റെ ഭാഗമായി ഇനി വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി, ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. എന്നാൽ അതൊന്നും കാര്യമാക്കുന്നില്ല, അത്തരത്തിലുള്ള നഷ്ടങ്ങളൊന്നും കാര്യമാക്കേണ്ടതില്ല. അതേസമയം രാജ്യത്തെ സിവിലിയന്മാരെ ആക്രമിച്ചു, രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു, ശാസ്ത്രജ്ഞന്മാരെ ആക്രമിച്ചു, സൈനിക മേധാവിമാരെ ആക്രമിച്ചു, ഇന്റലിജൻസ് മേധാവിയെ ആക്രമിച്ചു. ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അവരൊക്കെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ സംഭാവനകളൊന്നും മറക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ആളുകളെ, സിവിലിയന്മാരെ ഒക്കെ ആക്രമിച്ച ഇസ്രായേലിനോട് ഇനി വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായി പറഞ്ഞത്, ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ജീവിതം ഇരുണ്ടതായിരിക്കും, ഖേദിക്കേണ്ടി വരും ഇസ്രായേൽ ഭരണകൂടം, ഒരു വിട്ടുവീഴ്ചയും ഇനി ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല, അവസാനിപ്പിക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്നുള്ള ഒരു നിലപാടാണ് ആയത്തുള്ള ഖംനായി പ്രഖ്യാപിച്ചത്. എന്തായാലും ഇനി ഇസ്രായേലിനെ സഹായിക്കാൻ, ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ അപ്പുറത്ത് അമേരിക്ക വരാൻ സാധ്യതയുണ്ട്, ഫ്രാൻസ് വരാൻ സാധ്യതയുണ്ട്, ബ്രിട്ടൻ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇറാൻ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ വന്നാൽ അവരെയും കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ ഭരണാധികാരിയെ ഇവിടെ ഇറാൻ ഭരണാധികാരി ഫോണിൽ വിളിച്ചിരുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ സന്നാഹങ്ങളൊക്കെ ഒരുക്കുന്നത് ആർക്കെതിരെയാണ്, ആരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു ചോദ്യം ബ്രിട്ടനോട് ചോദിച്ചപ്പോൾ, ഒരിക്കലും ഇറാനെതിരെയല്ല, ഇറാനെതിരെ നീങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബ്രിട്ടൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊരു ഭാഗത്ത് അമേരിക്ക രഹസ്യമായി ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യം ഇവിടെ ഇറാന് ബോധ്യപ്പെട്ടു. എന്നാൽ ഈ വിവരം അറിഞ്ഞപ്പോൾ ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾക്കു നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. ഇന്ന് പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം, ഇവിടെ ഇസ്രായേലിൽ അമേരിക്കൻ എംബസിക്ക് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ആരാണ് ശത്രുവിനോടൊപ്പം ചേരുന്നത്? എത്ര വമ്പനായാലും ശരി, ശത്രുവിനോടൊപ്പം ചേർന്ന് ശത്രുവിനെ സഹായിച്ച് ഇറാനെതിരെ നീങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും വിടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മറുഭാഗത്ത് ഇസ്രായേൽ, ഇവിടെ അവർ പറയുന്നത് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്നാണ്. അത് വളരെ സത്യമാണ്. ഇസ്രായേൽ പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ ഒരു ജൂതരാജ്യവും 80 വർഷം അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അതിനു മുമ്പേ അവരൊക്കെ നിലംപതിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം 2028 ആകുമ്പോഴേക്ക് അത് 80 വർഷം പൂർത്തിയാവുകയാണ്. എന്നാൽ ഈ 80 വർഷം കടക്കുമോ? 2028 താണ്ടാൻ കഴിയുമോ? 2028 കഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള, മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അതിന്റെ ഭാഗമായി മുന്നിൽ കണ്ടവരെയൊക്കെ ശത്രുവായി കാണുകയാണ്. മുന്നിൽ കാണുന്ന ആളുകൾ, അത് കുട്ടിയാണെങ്കിൽ പോലും കൊന്നുകളയണം എന്നുള്ള ഒരു മനസ്സ് ഇസ്രായേലിന് വന്നിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെല്ലാ ഭാഗങ്ങളിലും, എല്ലാ ഭാഗത്തുമുള്ള ആളുകളെ അവർ ശത്രുവായാണ് കാണുന്നത്. അങ്ങനെ ഇറാനെയും അവർ ശത്രുവായി കാണുന്നു. ഇറാനെതിരെ അവർ നിലനിൽപ്പിന്റെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. അവർ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയും? 8 ദശക ശാപം അത് ഇസ്രായേലിനെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ വിഷയം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ഒരു ജൂതരാഷ്ട്രവും 80 വർഷം പിന്നിട്ടിട്ടില്ല. ഇസ്രായേൽ വല്ലാതെ ഭയപ്പെടുന്നു. 80 വർഷം കടക്കുമോ, കടക്കാൻ കഴിയുമോ? എന്നാൽ കടത്തുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. വല്ലാതെ ഭയപ്പെട്ടു പോയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ദുഷ്ടനാണ് എന്നൊക്കെ പറയുന്ന ചില പരാമർശങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 2023 മുതൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഗസയെ ഏത് രീതിയിലൊക്കെ ആക്രമിച്ചു അതേ രീതിയിലൊക്കെ ഇറാൻ ഇസ്രായേലിന് തിരിച്ചു കൊടുക്കുകയാണ്. 1750 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഈ ആക്രമണങ്ങളെ തടയാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള ആക്രമണമാണ്. അതായത് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായി. ഒരു വലിയ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ കെട്ടിടത്തിൽ, ഇവിടെ ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന കെട്ടിടമാണത്രേ. ആ കെട്ടിടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കെട്ടിടത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഹൈഫയിലെ ഇവിടെ ഓയിൽ റിഫൈനറിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ ഇസ്രായേലിന്റെ തെല്ലവീവിലുള്ള പ്രതിരോധ ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. വളരെ കൃത്യമായിട്ടുള്ള ആക്രമണം. ഈ ആക്രമണത്തെ ഒന്നും
തകർക്കാനോ തടുക്കാനോ ഇസ്രായേലിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വല്ലാത്ത ഒരു ഭയപ്പാടിലാണ്. 2028 കടക്കുമോ എന്നുള്ള ഒരു സംശയം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് ഇസ്രായേൽ പറയുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.